ഏറ്റവും പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, ഒരു ബിഗ് അപ്ഡേറ്റ്. കാത്തിരുന്ന് നമ്മുടെ SSLC പബ്ലിക് എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുത്തോളൂ. ഇനി ആരും ടൈം ടേബിൾ അറിയാതെ പോകരുത്. പഠിച്ചു തുടങ്ങിക്കോളൂ, പഠിക്കാൻ സമയമായി. ടൈം ടേബിൾ വന്നു മക്കളെ, ടൈം ടേബിൾ വന്നു. അപ്പോൾ 5-ാം തീയതിയാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്തത്. അത് ഓൾറെഡി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. 5-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഏകദേശം 25 ദിവസം നീളുന്ന ഒരു വലിയൊരു ഉത്സവമാണ് നമ്മുടെ എക്സാം. അപ്പോൾ 5-ാം തീയതി ഫസ്റ്റ് പരീക്ഷ വരുന്നത് രാവിലെ 9:30ക്കാണ്. എല്ലാ പരീക്ഷകളും രാവിലെയാണ്. എല്ലാ പരീക്ഷകളും എന്താണ് രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 9:30 മണിക്കാണ്. അപ്പോൾ ആ ഒരു സമയം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 5-ാം തീയതി മാർച്ച് മാസത്തിലെ 5-ാം തീയതി വ്യാഴാഴ്ച ദിവസം ആദ്യ പരീക്ഷ വരുന്നത് 1-ാം ഭാഷ, അതായത് മലയാളം ഫസ്റ്റ്. ചില ആളുകൾക്ക് അത് അറബി ആയിരിക്കാം, ചില ആളുകൾക്ക് അത് ഉറുദു ആയിരിക്കാം, ചില ആളുകൾക്ക് അത് സംസ്കൃതമായിരിക്കാം, മേ ബി ഡിപ്പെൻസ്. ഓക്കെ. പിന്നെ 2-ാമത്തെ പരീക്ഷ വരുന്നത് 9-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസം. അതായത് ഏകദേശം 4 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അത് വരുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിന് 4 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പഠിക്കാൻ സമയമുണ്ട്. പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. ഇംഗ്ലീഷ് നമുക്ക് സുന്ദരമായിട്ട് പഠിക്കാം. ആ സമയത്ത് ഇവിടെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വരുന്നത് 11-ാം തീയതിയാണ്. അതായത് 2 ദിവസം കഴിഞ്ഞ് ബുധനാഴ്ച വീണ്ടും നിങ്ങളുടെ ഭാഷ പാർട്ട് 2. 1-ാം ഭാഷ പാർട്ട് 2 മീൻസ് മലയാളം സെക്കൻഡ് ആണ്. അപ്പോൾ മലയാളം സെക്കൻഡിന് 2 ദിവസം ഗ്യാപ്പേ ഉള്ളൂ. 9 മുതൽ 11. ഓക്കെ, 2 ദിവസത്തിന്റെ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ സീനൊന്നുമില്ല. മലയാളം സെക്കൻഡ് കുറച്ചേ പഠിക്കാനുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, സുന്ദരമായിട്ട് പഠിക്കാം. പിന്നെ 11-ാം തീയതി ബുധനാഴ്ച പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ 13-ാം തീയതി വെള്ളിയാഴ്ച 3-ാം ഭാഷ അഥവാ ഹിന്ദിയാണ് എക്സാം ആയിരുന്നത്. അപ്പോൾ ഹിന്ദിക്കും ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. 2 ദിവസത്തിന്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം ഹിന്ദിക്കും ഏകദേശം അത്ര സമയം മതി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഉഷാറായിട്ട് പഠിക്കാം. ഇവിടെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. പിന്നെ നെക്സ്റ്റ് തിങ്കൾ, അതായത് 16-ാം തീയതി ഏകദേശം 3 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്സ് എക്സാം ആണ് വരുന്നത്. അപ്പോൾ മാത്സ് എക്സാമിന് 3 ദിവസമേ ഗ്യാപ്പ് ഉള്ളൂ. കഴിഞ്ഞ വർഷം ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായിരുന്നു മാത്സ് എക്സാമിന്. പക്ഷേ ഈ വർഷം 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ മാത്സ് നിങ്ങൾ നേരത്തെ കൂട്ടി തന്നെ പഠിച്ചു വെക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 16-ാം തീയതി മാത്സ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം 1-2 ദിവസം, അതെ, തിങ്കളാഴ്ച പരീക്ഷ കഴിഞ്ഞിട്ട് ബുധനാഴ്ച 18-ാം തീയതി ഊർജ്ജതന്ത്രം അഥവാ ഫിസിക്സ്. വെറും 2 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. 16-ാം തീയതി മാത്സ് കഴിഞ്ഞാൽ 18-ാം തീയതി ഫിസിക്സ് എക്സാം ആണ്. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ ഫിസിക്സ് എക്സാമിന്. അപ്പോൾ ഫിസിക്സും നിങ്ങൾ വളരെ നേരത്തെ കൂട്ടി തന്നെ പഠിക്കണം. പിന്നെ 23-ാം തീയതി ഏകദേശം 5 ദിവസത്തെ ഗ്യാപ്പ്. 18-ാം തീയതി കഴിഞ്ഞ് 23-ാം തീയതിയാണ് പിന്നെ നെക്സ്റ്റ് എക്സാം ആയിട്ടുള്ള സോഷ്യൽ സയൻസ് വരുന്നത്. അപ്പോൾ ടെൻഷൻ ഇല്ല, സോഷ്യൽ സയൻസിന് ഏകദേശം 5 ദിവസമുണ്ട്. പക്ഷേ ഹിസ്റ്ററിയും ജോഗ്രഫി ഒക്കെ ഉണ്ട് എങ്കിൽ പോലും 5 ദിവസം ഉണ്ടല്ലോ. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സാവകാശം ഇങ്ങനെ പഠിച്ചു പോകാം. കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. നെക്സ്റ്റ് വരുന്നത് 23-ാം തീയതി സോഷ്യൽ സയൻസ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. 25-ാം തീയതി ബുധനാഴ്ച കെമിസ്ട്രി എക്സാം ആണ്. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കെമിസ്ട്രിയുടെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. മാത്സിനും കമ്പാരറ്റീവ്ലി ചെറിയ ഗ്യാപ്പാണ്. കാരണം മാത്സിന് 3 ദിവസം മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ. പിന്നെ ഫിസിക്സും അതേപോലെ തന്നെ കെമിസ്ട്രിയൊക്കെ ഒരൊറ്റ ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് പരീക്ഷകൾ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, മോഡൽ എക്സാമിന്റെ ആ ഒരു സമയത്ത് തന്നെ ഇതൊക്കെ മുൻകൂട്ടി പഠിക്കണം. ആൻഡ് ലാസ്റ്റ്, എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ബയോളജി എക്സാം ആണ്. 30-ാം തീയതി ജീവശാസ്ത്രം ബയോളജി. 25-ാം തീയതി കെമിസ്ട്രി എക്സാം കഴിയും. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ടാണ് ബയോളജി എക്സാം വരുന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്തിനാ അത്രയും ഗ്യാപ്പ്? ശരിക്കും ആകെ 6 ചാപ്റ്ററേ ബയോളജിക്കുള്ളൂ. പക്ഷെ നമുക്ക് എത്ര ദിവസം ലീവ് ഉണ്ട്? 5 ദിവസം ലീവ് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റർ വെച്ച് പഠിക്കാം. അത്രത്തോളം ഗ്യാപ്പ് എന്തിനുണ്ട്, ബയോളജിക്ക് ഉണ്ട്. അപ്പോൾ ബയോളജിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താ, 5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ലാവിഷായിട്ട് പാറി പഠിക്കാം. അത്രത്തോളം എന്തുണ്ട്, സമയമുണ്ട് ബയോളജിയുടെ കേസിൽ. പക്ഷെ ഫിസിക്സും കെമിസ്ട്രി ഒന്നും തീരെ സമയമില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ മാത്സിനും 3 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചു വെക്കുക. ഓക്കെ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മറുത്തരാം. ഓക്കെ, ടൈം ടേബിൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ ചുമരിലോ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു ഭാഗത്തോ പഠിക്കുന്ന സൈഡിലോ പുസ്തകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ബോധവാന്മാരാവുക. ഇപ്പം തന്നെ ഈ ഒരു കാര്യം മനസ്സിൽ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. പിന്നെ ഇവിടെ IT-യുടെ പ്രാക്ടിക്കൽ പരീക്ഷ, അത് ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ ഡേറ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇന്നലെ വന്നതാണ്. IT എക്സാമിന്റെ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 14 വരെയാണ്. അതിലേതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കും. അത് ഡിപ്പെൻസ് ആണല്ലോ, ഓരോരുത്തർക്കും ഓരോ ദിവസമായിരിക്കും IT-യുടെ എക്സാം വരിക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ടൈം ടേബിൾ വന്നു, ഇനി ടൈം ടേബിൾ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളോടാണ്, ടൈം ടേബിൾ വന്നു, ഇനി നിങ്ങൾ പഠിക്കേണ്ട സമയമായി. ഇനി ബാറ്റൺ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. സൈലത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ക്ലാസ്സുകളും വീഡിയോസും റെക്കോർഡഡ് വീഡിയോസും ലൈവ് സെഷൻസും എല്ലാം ഉണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട്
എല്ലാവിധ അപ്ഡേഷൻസും നിങ്ങളുടെ മുന്നിലെത്തും. സോ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ അസ്ത്ര ബാച്ചിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ. കാരണം അസ്ത്ര ബാച്ചിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം എല്ലാ ചാപ്റ്ററും കവറപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അസ്ത്ര ബാച്ചിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എനിവേ ഉഷാറായിട്ട് പഠിക്കുക. ടൈം ടേബിൾ വന്നു. ഇനി ആ ഒരു സീരിയസ്നെസ്സോട് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ പരീക്ഷയെ കാണുക. അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക.